ഉണ്ടാവേ. എന്താടാ എന്താ പരിപാടി? ഇന്ന് വീട് വന്നില്ലേ? പിന്നെ ഉണ്ടെന്നോ? എന്നാ അടിപൊളി കാട ഫ്രൈ അല്ലേ? ഒന്ന് പെട്ടതായിക്കോട്ടെ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ഒരു കാട ഫ്രൈ ആണ്. അപ്പോൾ ഇവനെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കുറച്ച് മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില ഇവ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു നാരങ്ങ നമുക്കതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. അല്പം ഗരം മസാല, കുരുമുളക് ക്രഷ് ചെയ്തെടുത്താണ്, അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ഓരോ കാട എടുത്ത് വെച്ച് നമുക്കതിലേക്ക് നല്ലവണ്ണം അരപ്പ് തേച്ച് പിടിപ്പിക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് അരപ്പൊന്ന് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച ശേഷം ഓയിലൊഴിച്ച് ഓയിൽ ചൂടായി വന്ന ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് നിരത്തി നമുക്കതിലേക്ക് ഓരോ കാടാനെ പെറുക്കി വെച്ച് കൊടുക്കാം. കറിവേപ്പിലയുടെ മുകളിൽ നമ്മൾ മീനോ കാടയോ ഇറച്ചിയോ എന്ത് ഐറ്റം ആണെങ്കിലും നമ്മൾ മുകളിൽ എടുത്ത് വെച്ച് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയുടെ നല്ലൊരു ടേസ്റ്റും കിട്ടും, കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസും കുറയും. നമുക്ക് മിച്ചമുള്ള അരപ്പ് നമുക്കതിൻ്റെ മുകളിലേക്ക് വെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്കതിനെ ഇനി മറിച്ചിടാം. ഒരു 2-4 പ്രാവശ്യം തിരിച്ച് മറിച്ചിടുന്നത് നല്ലതായിരിക്കും, എല്ലാ ഭാഗവും ശരിക്കും വെന്ത് കിട്ടാൻ അത് നല്ലതാണ്. മറിച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാലൻസ് ഉള്ള അരപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ട് നല്ലോണം മുറിച്ചെടുക്കാം. സംഭവം നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. നമുക്ക് ആദ്യമായിട്ട് നാരങ്ങ അല്പം പിഴിഞ്ഞതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസിങ് എടുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. കാന്താരിമുളകാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല അടിപൊളിയായിരിക്കും സംഭവം. നമ്മൾ പച്ചമുളക് അരച്ച് മല്ലിയിലൊക്കെ അരച്ച് ഒരു പച്ച കളറിലാണ് നിന്ന് സെറ്റപ്പ് ചെയ്തെടുത്തേക്കുന്നത്. സംഗതി എന്നാലും കൊള്ളാം, അടിപൊളി സാധനം. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.